അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബൂന്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ലഡുവിന് ബൂന്തി തയ്യാറാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബൂന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും. അതുമല്ല കുറച്ച് പാത്രങ്ങളൊക്കെ അധികത്തിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അത് കുറച്ചൊക്കെ പാടുള്ളൊരു ഇതല്ലേ. അപ്പോൾ ഇത് വേഗത്തിൽ നമുക്ക് ദോശമാവൊക്കെ കലക്കിയിട്ട് ചുടുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് എടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഒരുപാടായി പോരുത്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ട് ദോശമാവൊക്കെ കലക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1.25 കപ്പ് മുതൽ 1.5 കപ്പ് വരെയൊക്കെ വെള്ളം വേണ്ടി വരും. ഇതേപോലെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് തിക്കായിട്ടല്ല വേണ്ടത്, ഇതേപോലെയാണ് വേണ്ടത്. നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് എടുക്കുന്ന ആ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതേപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ട്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാടങ്ങ് ഒത്തിരി ഒഴിച്ചു കൊടുക്കാതെ ഒരു കുറേശ്ശെ മാത്രം ഒഴിക്കണമെന്നേ ഉള്ളൂ. നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കാം. ഒരുപാട് ക്രിസ്പി ആവാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഇതായിട്ടുണ്ട്. ഇതേപോലുള്ളൊരു കണ്ണാപ്പയിലേക്ക് കോരി മാറ്റി വയ്ക്കും. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചേക്കുകയാണെങ്കിൽ വേഗത്തിൽ ഇതങ്ങ് ഫ്രൈ ആയിട്ട് കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ഫ്ലെയിം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ നന്നായിട്ട് കുടിക്കും. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള റൈസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് കുറവായിട്ട് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് റൈസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ബൂന്തി നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, അത്യാവശ്യം ഇതേപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബൂന്തി റെഡിയാക്കി എടുത്തില്ലെങ്കിലും ഇതേപോലെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൂന്തി റെഡിയാക്കുന്ന പോലെ തന്നെ കിട്ടും. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 1.25 കപ്പ് കടലമാവ് എടുത്തതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു കയ്യിലൊട്ടുന്ന ഒരു പാകത്തിന് ഇതാക്കിയെടുക്കാം. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയുടെ മുമ്പ് തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിലേക്ക് കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ലഡുവിന്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു ഒട്ടുന്ന പാകാവുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നുള്ള ഏലക്കായും ഗ്രാമ്പൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. ഒരു നല്ലൊരു ഒട്ടലാവണം. കയ്യിൽ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഒട്ടുന്ന ഒരു പാകത്തിനാവണം. ഒരു നൂൽപ്പരുവ് ആകുന്നതിന് മുമ്പായിട്ട് തന്നെ ഓഫ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ടായിട്ടുണ്ട്. നൂൽപ്പരുവ് ആകുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബൂന്തി പൊടിച്ചു വെച്ചിട്ടുള്ളതിലേക്ക്
ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റൈസിൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാതെ കുറച്ചിങ്ങനെ ആദ്യം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലായിട്ട് ഷുഗർ സിറപ്പ് വേണ്ടി വരില്ല. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നനഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ നല്ലപോലെ നനഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ നല്ലൊരു കുഴഞ്ഞൊരു പാകത്തിനാണുള്ളത്. ഇത്രയും മതിയാവും. ഞാനിപ്പോൾ 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂൺ സിറപ്പ് അധികം വന്നിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഇതേപോലെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിത് പൊടിച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് അത്രയും ഇതിലേക്ക് ഷുഗർ സിറപ്പ് വേണ്ടി വരില്ല. നമ്മൾ സാധാരണ ബൂന്തി ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് സിറപ്പ് മാത്രമേ ഇതിലേക്ക് മതിയാവും. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് ഇപ്പോൾ ഇതൊരു ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് സിറപ്പൊക്കെ ഈ ഒരു കടലമാവിൻ്റെ ആ ഒരു ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഷുഗർ സിറപ്പൊക്കെ ഇതിൽ പിടിച്ചിട്ട് ഒരു ചെറിയൊരു കയ്യിൽ പിടിക്കാവുന്ന അത്ര ചൂടാവുമ്പോൾ തന്നെ ഇത് ഷേപ്പാക്കിയിട്ട് വെക്കണം. എന്നിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു ലഡുവിൻ്റെയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കട്ടിയിൽ തന്നെ കിട്ടും. ഒരുപാടങ്ങ് ഹാർഡായി പോയില്ല. ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലഡു അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഒരു ദിവസമൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉറച്ചിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്